ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോഴാത്മാവം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ ഗീതം, ഹരിനാരായണ ഗീതം. എല്ലാവർക്കും നമസ്കാരം. 24 ഏകാദശികളിൽ വച്ച് ഏറ്റവും പ്രധാനമുള്ള ഏകാദശിയാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി. എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച്, അല്ലേ? പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും 2025 ഡിസംബർ 1-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വരുന്നത് കേട്ടോ. അന്ന് വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കാത്തവർക്കും എല്ലാം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വ്രതമെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് രീതികളുണ്ട്. നമ്മുടെ ശരീരം ആദ്യം നോക്കുക. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് വേണം വ്രതം രീതികൾ തിരഞ്ഞെടുക്കേണ്ടത്. മാത്രമല്ല ഏകാദശിയുടെ ദിവസം തന്നെ ധാന്യങ്ങളൊന്നും കഴിക്കരുതെന്നും പറയുന്നുണ്ട്. പക്ഷേ ചിലർക്ക് ആരോഗ്യസ്ഥിതി നോക്കി പഴവർഗ്ഗങ്ങളും പാലും എല്ലാം കഴിക്കാവുന്നതാണ്. അപ്പോൾ പൂർണ്ണ ഉപവാസം ഇരിക്കുന്നവരും ഉണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഒരു രീതി തിരഞ്ഞെടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഭഗവാന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വർഷത്തിലൊരിക്കൽ ശിവരാത്രി വ്രതം, ഏകാദശി വ്രതം, ഇങ്ങനെയെല്ലാം വ്രതം എടുക്കുന്നതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായിട്ടൊരു കാര്യവും കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പഠനങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു വശമുണ്ട്. അത് മാത്രമല്ല ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സ്വന്തം ശരീരത്തിനെ ദ്രോഹിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഈ യോഗവും ധ്യാനവും അസുഖം മാറാനുള്ള മന്ത്രങ്ങളും എല്ലാം ഈ ഋഷിമാര് എഴുതി വെച്ചതിന് കാരണം വേറെ ഒന്നും കൂടെ ഉണ്ട്. ഭഗവാനെ ആരോഗ്യത്തോടു കൂടി എത്ര കാലം നമുക്ക് ഭജിക്കാൻ കഴിയുമോ അത്രയും കാലം ഭജിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആരോഗ്യം മോശമാണെങ്കിൽ ഭഗവാനെ ഭജിക്കുന്ന നമ്മുടെ ആയുസ് എന്ത് ചെയ്യും? കുറയും. അപ്പോഴും നമ്മുടെ ശരീരത്തിന് ആരോഗ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ കുറച്ചു കാലം കൂടി നമുക്ക് ഭജിച്ചുകൂടെ. അതുകൊണ്ട് നമ്മുടെ ശരീരം ആദ്യം ശ്രദ്ധിക്കുക. വ്രതം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നെങ്കിൽ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം, അതായത് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ ശ്രമിക്കുക. അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എല്ലാ വ്രതങ്ങളും പൂർണ്ണമാകണമെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അത് നിസ്സാര കാര്യമല്ല. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരാൾക്ക് മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ഏകാദശി പോലുള്ള വ്രതങ്ങൾ എടുക്കുമ്പോൾ ഭഗവാൻ പല രൂപത്തിലും നമുക്ക് മുന്നിൽ വരാം. അതൊന്നും ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. പറ്റണ രീതിയിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യാം. പ്രത്യേകിച്ച് പിന്നെ നാമജപം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര സമയം കിട്ടുമോ അത്രയും സമയം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നാരായണ നാരായണ എന്ന് ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാം. നിങ്ങൾ നിത്യവും ജപിക്കുന്ന ഏത് മന്ത്രം വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. വ്രതം തുടങ്ങുന്നതിന് മുന്നേ ഗണപതി സ്തുതി നടത്തുന്നത് വിഘ്നങ്ങളൊന്നും ആ വ്രതത്തിൽ വരാതിരിക്കാനായിട്ട് സഹായിക്കും. ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വേണം വ്രതം തുടങ്ങാനായിട്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭഗവാൻ ഏറ്റവും ഇഷ്ടം കുഞ്ഞു കുട്ടികളെയാണ്. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക. അതായത് ലഡുവോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കുട്ടികളുടെ മുഖത്ത് സന്തോഷം പരത്തുക. അത് ഭഗവാന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഭഗവാനും വെണ്ണയും ഓടക്കുഴലും എല്ലാം മേടിച്ച് സമർപ്പിക്കുന്നതും നല്ലതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ അകത്തെടുക്കില്ല, പക്ഷെ നിങ്ങളെ അടുത്തുള്ള അമ്പലങ്ങളുണ്ടല്ലോ അകത്തെടുക്കുന്ന, അവിടെ എല്ലാം മേടിച്ച് സമർപ്പിക്കാവുന്നതാണ്. ഗുരുവായൂരപ്പൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അടുത്തതായിട്ടുള്ളത് കിടാവിളക്ക് കൊളുത്തുക. അതായത് ഏകാദശിയുടെ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് നെയ്വിളക്ക് കത്തിക്കുക. നെയ്യിട്ടുള്ള കിടാവിളക്ക് കത്തിക്കുക. അത് വൈകിട്ട് വരെ, അതായത് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്ന സമയം വരെ കത്തിച്ചു വച്ചേക്കുക. അത്രയും സമയം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നാരായണീയം വായിക്കാം,
അതുപോലെ നാരായണീയ പാരായണങ്ങൾ സംഘടിപ്പിക്കാം. ഇതെല്ലാം ഭഗവാന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഗുരുവായൂർ പോകാൻ സാധിക്കില്ല, പക്ഷെ എവിടെ ഇരുന്നാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ ശ്രദ്ധ, ഭഗവാന്റെ കടക്കൺ നോട്ടം നമ്മളിലേക്കും പതിക്കുന്നതായിട്ട് അറിയാൻ കഴിയും. അപ്പോഴേ ഈ പ്രാവശ്യം ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ. മുന്നത്തെ ഏകാദശിയെക്കാളും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം ഭഗവാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ഭക്തർക്കും നന്നായിട്ട് ഏകാദശി വ്രതം എടുക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഒരു വിഘ്നങ്ങളും കൂടാതെ എല്ലാവർക്കും ഗുരുവായൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് അവിടെ പോകാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ. പോകാത്തവർക്ക്, പോകാൻ സാധിക്കാത്തവർക്ക് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഈ ലോകം മുഴുക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഹരേ കൃഷ്ണ.